എന്ത് പറയാ പാട്ടോ അല്ലെ അറിയുന്നൊരു പാട്ടും കൂടി പാടുന്നില്ലേ നീ ആടെ സ്റ്റാൻഡ് തന്നെ പാടുന്നില്ലേ പാട് രണ്ടുപേരും മോള് പാടല്ലേ ഒരു പാട്ട് പാടല്ലേ പാട് കേക്കല്ലേ നമുക്ക് പാട്ടാ ചെറിയൊരു പാട്ട് പാടാം അല്ലേ പറയല്ലേ പാടാത്തല്ലേ നിലാവേ മായുമോ കിനാവും നോമാ ഇളം പൂൻ തെന്നലായി തലോടും പാട്ടുമാ ഏറ്റുപാട് പാടിക്കോ നീർമാഞ്ഞോരോർമ്മയിൽ ഓർമ്മ അങ്ങനെ പാട് നിഴൽ മാഞ്ഞോരോർമ്മയില്ല എല്ലാരും സംഗീത അല്ല ഇവര് പണ്ടത്തെ പാട്ടുകാരാ ഞാൻ ജനിച്ചേരം പോലെ കേൾക്കുന്ന ഒരു പാട്ടുണ്ട് കല്യാണ നല്ല അരങ്ങല്ലേ അത് ഒന്ന് പാട്ട് വെറുതെ സാഗരങ്ങളെ പാടി പാടിയുണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ പാടി പാടിയുണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ. ഇതൊരു വേറെ വീട്ടെന്ന് അറിയാം ഇതൊരു ഭയങ്കര അനൗൺസറാ നമ്മളെ കല്യാണ വീട്ടിലെല്ലാം കേറിയിട്ട് ഇങ്ങനെ അങ്ങ് പൊലിപ്പിച്ച് പറയും അതുകൊണ്ട് ഇപ്പൊ ആരും കല്യാണം വിളിക്കില്ല. അത് കൂടുതലായി എങ്ങനെയാണെന്ന് സാധാരണ എല്ലാവരും ഓഡിയൻസിനെ നോക്കിയിട്ട് ഇങ്ങനെ പറയില്ലേ അപ്പൊ ആ ഓഡിയൻസിന്റെ മുഖത്തെ ഭാവം എന്താ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഇവര് നേരെ തിരിച്ചിട്ട് മൈക്ക് സ്റ്റേജ് നേരെ നോക്കിയിട്ട് പറയും. അപ്പൊ ആൾക്കാരെല്ലാം ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇവർ അറിയില്ല. നിർത്തി പോടാന്നെല്ലാം പറയുന്നുണ്ട്. അതൊരു രസല്ലേ, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അല്ല. നമ്മളെ നാട്ടിൽ അവര് മൈക്കിന് വരാൻ മടിക്കും. ഞാൻ ഫസ്റ്റ് മൈക്കിന്റെ വന്നത് വെച്ചാൽ നമ്മളെ ഭയങ്കര മടിയാ. അതെ, പിന്നെ പ്രവേന്റെ വീട്ടിലെ ഒരു പരിപാടി, നമ്മളെ അവന്റെ വീട്ടിലൊരു ചെറിയൊരു പരിപാടി. അങ്ങനെ നമ്മളോട് ഇങ്ങനെ പറയുന്നത് ഒരു 2 മൈക്കില് പാടുവന്നു. ഞാൻ പറയും മൈക്ക് പാടുന്ന പറഞ്ഞാൽ ഭയങ്കര കാര്യം. ഞാൻ പാടുമ്പോൾ രണ്ടും അന്നത്തെ അത് പാടി, അത് ഭയങ്കര ഇതായിപ്പോയി. ആദ്യം പാടിയ പാട്ടായത് പിന്നെ എല്ലാ പരിപാടി ഇവരെ കൊണ്ട് സാഗരങ്ങളെ പാടിപ്പിക്കാൻ തുടങ്ങി. അവസാനം ഒരാൾ പറഞ്ഞു അത് പാടി പഠിച്ചിട്ട് നീ ഇനി എടുത്ത് പോകേണ്ടി വന്നു. അതിപ്പോ കല്യാണം വീട് കണ്ട അപ്പടിച്ചിട്ട് വരും. സാഗരങ്ങളെ ഉണ്ടാവും. അത് ഭയങ്കര രസമായിരുന്നു. അല്ല കല്യാണം വിളി കുറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, കല്യാണം വിളിക്കുന്നില്ലേ? വിളിക്കും